കാർഷിക വാർത്തകൾ. റബ്ബർ വിപണിയിൽ നിന്നും സമ്മിശ്ര പ്രതികരണം. ഏഷ്യൻ വിപണികൾ മികവ് പുലർത്തിയെങ്കിലും സംസ്ഥാനത്ത് ഷീറ്റ് ലഭ്യതയിൽ ഇടിവ്. കുരുമുളക് വിപണിയിലും ചരക്ക് ക്ഷാമം രൂക്ഷം. പകൽ താപനില ഉയരുന്നത് ഏലത്തിന് വെല്ലുവിളി. വെളിച്ചെണ്ണ വിലയിൽ വീണ്ടും വർധന. ടയർ നിർമ്മാതാക്കളുടെ സാന്നിധ്യം സംസ്ഥാനത്തെ റബ്ബർ മാർക്കറ്റുകളെ വീണ്ടും സജീവമാക്കി. കൊച്ചി, കോട്ടയം, മലബാർ മേഖലയിലേക്കുള്ള റബ്ബർ ഷീറ്റ് വരവ് ഗണ്യമായി കുറഞ്ഞത് മുൻനിർത്തി കമ്പനി സപ്ലയർമാർ നിരക്കുയർത്തി ഷീറ്റ് ശേഖരിച്ചു. ടയർ വ്യവസായികൾ 4ാം ഗ്രേഡ് റബ്ബറിന് കിലോ 190 രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ വിൽപ്പനക്കാർ 192 രൂപ വേണമെന്ന നിലപാടിലായിരുന്നു. ഇതിനിടയിൽ സംസ്ഥാനത്ത് പകൽച്ചൂട് ശക്തമായതോടെ റബ്ബർ ടാപ്പിംഗ് മന്ദഗതിയിലാണ്. മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് പതിവിലും പകുതിയായി ചുരുങ്ങിയെന്ന് ഉൽപാദകർ. ഈ നില തുടർന്നാൽ ജനുവരി അവസാനത്തോടെ പല ഭാഗങ്ങളിലും ടാപ്പിംഗ് സ്തംഭിക്കാനിടയുണ്ട്. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ എല്ലാം തന്നെ ഇന്ന് മികവിലായിരുന്നു. ബാങ്കോക്കിൽ ഷീറ്റ് വില 19,755 രൂപയായി ഉയർന്നു. കുരുമുളക് തോട്ടങ്ങളിൽ മുളക് മണികൾ മൂത്തു തുടങ്ങിയെങ്കിലും വിളവെടുപ്പിന് ഇനിയും കാത്തിരിക്കണം. കാലാവസ്ഥ അനുകൂലമായാൽ ഫെബ്രുവരിയിൽ പുതിയ കുരുമുളക് വിപണിയിൽ ഇടം പിടിക്കും. അതേസമയം പ്രതീക്ഷയ്ക്കൊത്ത് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ചരക്ക് സമയത്തിനെത്തുമോ എന്ന ആശങ്കയിലാണ് ഉത്തരേന്ത്യൻ ഇടപാടുകാർ. വില ഇനിയും ഉയരുമെന്ന നിലപാടിൽ കർഷകരും മധ്യവർത്തികളും വിൽപ്പനയിൽ നിന്നും പിൻവലിഞ്ഞു. അൺഗാർബിൾഡ് കുരുമുളക് വില ഇന്ന് 64,600 രൂപയായി ഉയർന്നു. ഏലക്ക കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ചേർന്ന് ലേലത്തിനെത്തിയ 77,862 കിലോഗ്രാമിൽ 77,664 കിലോയും മത്സരിച്ച് വാങ്ങിക്കൂട്ടി. ശരാശരി ഇനങ്ങൾ കിലോ 3,121 രൂപയിലും മികച്ച ഇനങ്ങൾ 3,401 രൂപയിലും ലേലം നടന്നു. ഉയർന്ന താപനില തുടരുന്നത് കണക്കിലെടുത്താൽ അടുത്ത മാസം ഹൈറേഞ്ചിലെ ഉൽപാദകർ വിളവെടുപ്പിൽ നിന്നും പിന്തിരിയുമോ എന്ന ഭീതിയിലാണ് വാങ്ങലുകാർ. തമിഴ്നാട്ടിലെ മില്ലുകാർ വെളിച്ചെണ്ണ വില വീണ്ടും ഉയർത്തിയതിന്റെ ചൂട് പിടിച്ച് കൊച്ചി മാർക്കറ്റ് നിരക്കും കയറി. കാങ്കയത്ത് എണ്ണവില ക്വിന്റലിന് 75 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ കൊച്ചിയിൽ 100 രൂപ ഉയർന്ന് 22,200 രൂപയായി. അയൽ സംസ്ഥാനത്ത് എണ്ണവില 21,050 രൂപ മാത്രമാണ്. കൊപ്രയ്ക്കും പച്ചതേങ്ങയ്ക്കും വിൽപ്പനക്കാർ കുറഞ്ഞത് എണ്ണ വിപണി നേട്ടമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 3 വർഷത്തിനുള്ളിൽ ജൈവ ഉൽപ്പന്ന കയറ്റുമതി 20,000 കോടി രൂപയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിലവിലുള്ളതിനേക്കാൾ 3 മടങ്ങ് വർധനയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ജൈവ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിലവിൽ 5,000 മുതൽ 6,000 കോടി രൂപയിൽ നിന്ന് അടുത്ത 3 വർഷത്തിനുള്ളിൽ 20,000 കോടി രൂപയായി ഉയർത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷന്റെ 8ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ. ജൈവ ഉൽപ്പന്ന മാനദണ്ഡങ്ങളിൽ വ്യക്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ആഗോള മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനുമാണ് പുതിയ നിയന്ത്രണങ്ങൾ ലക്ഷ്യമിടുന്നത്. സഹകരണ, കാർഷിക, വ്യാപാര മേഖലകൾ ഭാവിയിൽ ജൈവ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജൈവ ഉൽപ്പന്നങ്ങൾക്കായുള്ള ആഗോള ഡിമാൻഡ് 1 ലക്ഷം കോടി രൂപയോളമാണ്. വരും വർഷങ്ങളിൽ ഇത് 10 ലക്ഷം കോടി രൂപയായി വളരുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ മന്ത്രി സ്റ്റാർട്ടപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ മലയോര മേഖലയിൽ ശൈത്യം കനത്തതോടെ തേയിലത്തോട്ടങ്ങൾ പ്രതിസന്ധിയിൽ. തേയില ഉൽപാദനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നീക്കത്തിലാണ് വൻകിട തോട്ടങ്ങളും ചെറുകിട കർഷകരും. മൂന്നാർ അടക്കമുള്ള പ്രധാന തേയില ഉൽപാദന കേന്ദ്രങ്ങൾ അതിശൈത്യത്തിന്റെ പിടിയിലാണ്. ഇത് കൊളുന്തു നുള്ളുന്നതിൽ 50% വരെ ഇടിവുണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യൻ തേയില കേന്ദ്രങ്ങളിൽ മാത്രമല്ല, ആഗോളതലത്തിൽ ഇന്ത്യൻ തേയിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിലയും ഡിമാൻഡും നിലനിൽക്കുന്ന ഡാർജിലിംഗ് തേയിലയുടെയും ഉൽപാദനത്തിൽ ഇടിവുണ്ടാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം രാജ്യത്തെ പ്രധാന തേയില ഉൽപാദന കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ കീടബാധയും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ, ഇറാഖ്, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ തേയിലയ്ക്ക് കാര്യമായ ഡിമാൻഡുണ്ട്. അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തേയില ഉൽപാദനം ഉയർത്താനുള്ള കഠിന ശ്രമത്തിലാണ്. മികച്ച കാലാവസ്ഥ അവസരമാക്കി സ്മാർട്ട് കൃഷിരീതി അവലംബിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ആസാമിലെ തേയിലത്തോട്ട മേഖല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗ്രാമീണ മേഖലകളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് സഹകരണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ വ്യാപ്തി വികസിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ നീക്കം. ഗ്രാമീണ ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ ശേഷി വളർത്തിയെടുക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങളെ സുപ്രധാന ഉപകരണങ്ങളായി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി സഹകരണ മന്ത്രാലയം 2 ലക്ഷം മൾട്ടിപർപ്പസ് PACSകൾ നിർമ്മിക്കുന്ന പ്രക്രിയയിലാണെന്ന് കേന്ദ്ര സഹകരണ വകുപ്പ് സെക്രട്ടറി ആശിഷ് കുമാർ ഭൂട്ടാനി അറിയിച്ചു. രാജ്യത്തുടനീളം 70,000 ധാന്യ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ധാന്യ സംഭരണത്തിന്റെ നിർണായക പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഈ നീക്കം ഗതാഗത ചെലവ് കുറയ്ക്കുകയും സംഭരണ
കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ സ്ഥാപനങ്ങൾക്കിടയിലുള്ള സഹകരണം വളരെ പ്രധാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഭൂട്ടാനി വായ്പകൾ നൽകുന്നതിന് സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത സീസണിൽ 30 മില്യൺ ടൺ ഗോതമ്പ് സംഭരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാൻ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന റാബി വിപണന സീസണിൽ ഗോതമ്പിന്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില ക്വിന്റലിന് 2425 രൂപയാക്കിയിട്ടുണ്ട്. 2025-26 റാബി സീസണിൽ 30 മില്യൺ ടൺ ഗോതമ്പ് സംഭരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജൂലൈ മുതൽ ജൂൺ വരെയുള്ള കഴിഞ്ഞ വിളവർഷത്തിൽ 115 ദശലക്ഷം ടൺ റെക്കോർഡ് ഗോതമ്പ് ഉൽപാദനമാണ് കൃഷി മന്ത്രാലയം ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും സംഭരണ ലക്ഷ്യം കുറവാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടാതെ ഗോതമ്പിന്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില ക്വിന്റലിന് 2425 രൂപയാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിമാരുമായുള്ള ചർച്ചകളെ തുടർന്നാണ് സംഭരണ ലക്ഷ്യം നിശ്ചയിച്ചിരിക്കുന്നത്. കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ താങ്ങുവില ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ക്ഷേമ പദ്ധതി ആവശ്യകതകൾ നടപ്പാക്കുന്നതിനുമായാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സംസ്ഥാന ഏജൻസികളും ഗോതമ്പ് സംഭരണം നടത്തുന്നത്. 2024-25 സർക്കാർ ഗോതമ്പ് സംഭരണം 30 മുതൽ 32 ദശലക്ഷം ടൺ എന്ന ലക്ഷ്യത്തിൽ നിന്ന് 26.6 ദശലക്ഷം ടണ്ണായി ചുരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 133, ജാതിക്ക 360, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 740, കുരുമുളക് ഗാർബിൾ 65,600, കുരുമുളക് അൺഗാർബിൾ 63,600, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 21,900, കൊപ്ര 17,000, ചുക്ക് 32,500.